എക്സാമിന്റെ പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലേ? എല്ലാവരും അതിൻ്റെതായ തിരക്കുകളിലായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റും പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ വെയിറ്റേജ്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് അല്ലേ? മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഓരോ ചാപ്റ്റേഴ്സിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു വെയിറ്റേജ് വീഡിയോ കാണുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ചാപ്റ്ററും എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് എത്ര കൂടുതൽ സമയം കൊടുക്കണം അല്ലെങ്കിൽ എത്ര കുറച്ച് സമയം കൊടുത്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് മക്കളെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ചാപ്റ്ററാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററും, അതായത് കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. നമുക്കറിയാം അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഈസി ആയിട്ട് നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, CPU, അത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 11 മാർക്ക് മിസ്സിന്റെ കുട്ടികൾ ആരും കളയാൻ പാടില്ല. ഓക്കെ, അതേപോലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും, ഈ 3 ചാപ്റ്റേഴ്സ് ആണ് വളരെയധികം വെയിറ്റേജ് ഉള്ളത്. 10-11 മാർക്കോളം അല്ലേ? നമുക്ക് ആ മാർക്ക് മിസ്സായി കഴിഞ്ഞാൽ A+ വരെ പോകാം അല്ലെ? അങ്ങനെയുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ആദ്യമേ പഠിച്ച് സെറ്റാക്കി വെക്കുക, പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്താം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, അതേപോലെ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, ഇന്റർനെറ്റ്, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര 10 മാർക്കും 11 മാർക്കും അല്ലെങ്കിലും 6, 7, 8 ആ ഒരു ലെവലിൽ മാർക്ക് ഒരു ചോദിക്കാറുണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്, ഈ 6 മാർക്ക്. അതേപോലെ തന്നെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ അല്ലേ? ഈ ചാപ്റ്റർ ഒക്കെ എന്ന് പറയുന്നത് വളരെ കുട്ടിയായിട്ടുള്ള ചാപ്റ്ററാണ്. ഇത്രയും ചെറിയൊരു ചാപ്റ്റർ നമുക്ക് ഇനി പഠിക്കാനേ ഇല്ല. അപ്പോൾ ആകെ നമുക്ക് ടോക്കൺ എന്താ, ടോക്കണിന്റെ ടൈപ്സ് എന്താന്ന് മാത്രമേ ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഒരു ബുക്ക് എടുത്തിട്ട് ഒരു പേപ്പറിൽ ആ ജസ്റ്റ് അതിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് എഴുതി വെച്ചാൽ തന്നെ, ആ പേജ് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു 5 മാർക്ക് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുള്ള മാർക്കുകൾ, അത് കുറച്ച് മാർക്കായാലും നിങ്ങൾ കളയാൻ പാടില്ല കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കുറച്ച് മാർക്കിന് വരുന്നത് ഈ 5 മാർക്ക് തന്നെയാണ്. നമ്മുടെ IT ആപ്ലിക്കേഷൻ ലാസ്റ്റ് ചാപ്റ്റർ ഒക്കെയാണ്. അപ്പോൾ ആ ചാപ്റ്ററും അതേപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് IT ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കിയാലും എല്ലാം ഈസി ആയിട്ടുള്ളതാണ് അല്ലെ? ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറേ പ്രോഗ്രാമുകളൊക്കെ വരുന്ന അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒന്നും നമുക്ക് +1 ഇല്ല. +2 നമുക്ക് വരാനുണ്ട് അല്ലെ? ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. പക്ഷെ +1 നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള എല്ലാ മാർക്കുകളും നിങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ട് ഉറപ്പാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്ററൊക്കെ ഈ ഇമ്പോർട്ടൻസും വെയിറ്റേജും ഒക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ചാനലിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്, നമ്മുടെ മാരത്തോൺ ലൈവുകൾ നടക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മൾ ആ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്രമല്ല, ബാക്കി എല്ലാ സബ്ജക്റ്റുകളുടെ കാര്യം അങ്ങനെ തന്നെ കേട്ടോ. മാരത്തോൺ ലൈവുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈവുകളൊന്നും മിസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ഇനാബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒക്കെ പഠിക്കാനിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവരും ഇങ്ങനെ വെയിറ്റേജ് ഒക്കെ നോക്കി ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള മക്കളെ നന്നായിട്ട് പഠിക്കാം. നമ്മുടെ എക്സാം നമുക്ക് ഉഷാറാക്കണം. എല്ലാ കുട്ടികൾക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്.